ഏവർക്കും ക്വിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഈയിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഉത്തരം 2006 മുതൽ 2011 വരെ. സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ഈയിടെ രാജിവെച്ചു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ജഗ്ദീപ് ധൻഖർ. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് രാഷ്ട്രപതിക്ക് നൽകിയ രാജിക്കത്തിലുള്ളത്. 2022 ഇദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല ടൈഗർ റിസർവിൽ. പശ്ചിമഘട്ടത്തിലെ പ്രധാന വേഴാമ്പൽ ഇനങ്ങളായ ഗ്രേറ്റ് ഹോൺബിൽ, മലബാർ പൈഡ് ഹോൺബിൽ, മലബാർ ഗ്രേ ഹോൺബിൽ, ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്നിവയുടെ സംരക്ഷണത്തിനാവശ്യമായ പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ നടക്കുക. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2025 ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഉത്തരം 77. കഴിഞ്ഞ തവണ ഇന്ത്യ 85ാം സ്ഥാനത്തായിരുന്നു. പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂട്ടി വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ് സൂചിക. ഫിഡെയുടെ 2025 ചെസ് പുരസ്കാര ലോകകപ്പ് വേദി ഏതാണ്? ഉത്തരം ഇന്ത്യ. 2025 ജൂലൈ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി ഏതാണ്? ഉത്തരം C. സദാനന്ദൻ. കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ്? ഉത്തരം രാജസ്ഥാനിലെ ജയ്പൂർ. ഇന്ത്യയിലെ ആദ്യ ഫോർമുല ഡ്രൈവറായ നരേൻ കാർത്തികേയൻ്റെ ജീവിതം ആസ്പദമാക്കി തമിഴിൽ ഇറങ്ങുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം മഹേഷ് നാരായൺ. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 ഭാഗ്യചിഹ്നങ്ങൾ. ഉത്തരം ബാറ്റ് ഏന്തിയ കൊമ്പൻ, വേഴാമ്പൽ, ചാക്യാർ. ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം 2025 ആദ്യ 6 മാസത്തിനിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിൽ 8ാമതെത്തിയ മലയാള ചിത്രം ഏതാണ്? ഉത്തരം തുടരും. അന്യഗ്രഹ ജീവൻ കണ്ടെത്താനുള്ള പരീക്ഷണമായ SETIയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. പോർച്ചുഗലിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനെൻ്റൽ ടൂറിൽ സ്വർണം നേടിയ മലയാളി ലോങ് ജമ്പ് താരം ഏതാണ്? ഉത്തരം മുരളി ശ്രീശങ്കർ. ഏതു ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിർദ്ദേശിച്ച വിധിയിൽ 14 നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയത്? ഉത്തരം അനുച്ഛേദം 143 പാർട്ട് 1. പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്രം ഏറ്റെടുക്കൽ വിജ്ഞാപനമിറക്കിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തിയ ലക്ഷദ്വീപിലെ ജനവാസ ദ്വീപ്? ഉത്തരം ബിത്ര ദ്വീപ്. PM വികസിത് ഭാരത് റോസ്ഗർ യോജനയുടെ കാലാവധി എത്രയാണ്? ഉത്തരം 2 വർഷം. ഇൻഷുറൻസ് നിയന്ത്രണ വികസന അതോറിറ്റി ചെയർമാനായി നിയമിക്കപ്പെട്ട കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് മുൻ സെക്രട്ടറി ഏതാണ്? ഉത്തരം അജയ് സേത്ത്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടത്തിനായി ഫൈനലിൽ ഏറ്റുമുട്ടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം തനേരു ഹംപി, ദിവ്യ ദേശ്മുഖ്. ദേശീയ ഉത്തേജക ഔഷധ വിരുദ്ധ ഏജൻസിക്ക് സ്വയംഭരണാധികാരം ഉറപ്പുവരുത്തുന്ന ദേശീയ കായിക ഉത്തേജക വിരുദ്ധ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തിൻ്റെ കായിക ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുന്നതിനും സ്പോർട്സിലൂടെ പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമുള്ള പുതിയ ദേശീയ കായിക നയം
ഉത്തരം ഖേലോ ഭാരത് നിധി 2025. ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15-ന് സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028-ലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തുന്ന കായിക ഇനം ഏതാണ്? ഉത്തരം ക്രിക്കറ്റ്. കേരളത്തിൽ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.